ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുമ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരോടൊക്കെ സംശയവും കാര്യമെല്ലാം നോക്കി യൂട്യൂബിലെല്ലാം നോക്കിയ ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതല്ല കേട്ടോ, ഇത് ബോളി. എൻ്റെ നാട്ടിൽ ഇതിന് ഹോളിക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാ നാട്ടിലും ഇതിന് എന്താ പറയുന്നതെന്നറിയില്ല. അധികമാളും ബോളി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതും ഒരു ഓർഡർ തന്നെ കിട്ടിയതാണ്. അങ്ങനെ കുറച്ച് കൂടുതലുണ്ടാക്കി. അപ്പോൾ ഇതാ പാക്കറ്റിലാക്കിയിട്ട് അത് സെയിൽ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ഈ ഒരു റെസിപ്പിക്ക് ഇതാ പച്ചരി എന്നിട്ട് ആവശ്യം. അപ്പോൾ ഇതാ പച്ചരി വെള്ളത്തിലെല്ലാം കുതിർത്ത് എടുത്തിട്ട് നമ്മളിതാ വെള്ളമെല്ലാം ഊറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് 3 കപ്പ് പച്ചരി ഉണ്ട്. അത് നന്നായി കുതിർന്നതിന് ശേഷം കഴുകി അതിൻ്റെ വെള്ളമെല്ലാം വാർന്ന് നല്ല ഡ്രൈ ആയ സമയത്ത് ഇത് പൊടിച്ചെടുക്കുക എന്നിട്ട്. അപ്പോൾ കുറേശ്ശായിട്ട് നന്നായി പൊടിക്കുന്നില്ല, ഒരു ചെറിയ തരിയോട് കൂടിയിട്ടാണ് ഞാനിവിടെ പൊടിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പുട്ടിനെല്ലാം പൊടിക്കുന്ന അത്രയും ചെറിയ തരിയായിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒരുപോലെ പൊടിഞ്ഞിട്ടുണ്ടാവില്ല, ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതല്ല നമ്മൾ. അപ്പോൾ അതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എത്ര ഉണ്ട് എന്നുള്ളത് ഒന്ന് നോക്കണം. അപ്പോൾ 3 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് നോക്കിയപ്പോൾ പൊടിയായിട്ട് നമുക്ക് 5 കപ്പോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനായിട്ട് ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ പച്ചരി എടുത്തത്. നമ്മൾ അരിപ്പൊടി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇതാകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ അതും നമുക്ക് അളന്നിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനൊരു 3.5 കപ്പോളം തേങ്ങയാണ് ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ 3 കപ്പ് അരിക്ക് 3.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ അരി പൊടിച്ചപ്പോൾ അത്രയും കൂടുതലുണ്ടായി, 5 കപ്പോളം കിട്ടി. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ചേർക്കുന്നില്ല, ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അധികം ഉപ്പാവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കണം കേട്ടോ. അതിൽ നിന്ന് ആ ഒരു തേങ്ങയിൽ നിന്ന് നല്ല ജ്യൂസ് ഇറങ്ങുന്ന വിധത്തിൽ അങ്ങനെയും നല്ല പിഴിയുന്ന പോലെ ആക്കിയിട്ട് മിക്സാക്കി എടുക്കണം. ഇനി നമ്മൾ ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അടച്ച് മാറ്റി വെക്കാം. ഇനി ഞാൻ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. അത് 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അരിയെല്ലാം കഴുകുന്ന പോലെ നന്നായി കഴുകിയ ശേഷം ഊറ്റിയെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ അതിലുള്ള കച്ചറയും എല്ലാം പോയി നല്ല ക്ലീനാക്കി കിട്ടും. അപ്പോൾ നമ്മൾ അരിയിൻ്റെ ഉള്ള ഇതേപോലെ തന്നെ നമ്മൾ ഇതും വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി ചൂടാക്കി ഇതുപോലെ നന്നായി ഇളക്കിയെടുക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആവുന്ന സമയത്ത് ഇതിന്ന് പൊട്ടുന്ന സൗണ്ടെല്ലാം കേൾക്കുന്ന അത്രയും വരെ നമ്മളിത് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവുക. ഇനി ഇതിലോട്ട് ഈ ഒരു സമയത്ത് ഏലക്ക ഇടുന്നത് ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ, കൂടുതലാക്കുന്നില്ല. അതും ഇട്ട് നമ്മൾ അതും പൊടിച്ചെടുക്കാന്ന്. അപ്പോൾ ഇത് അരിൻ്റെ ഒന്നിച്ച് തന്നെ പൊടിക്കാൻ പറ്റും, പക്ഷെ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും നമുക്ക്. ഇനി വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചെടുത്തത്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ പൊടിച്ച് വെച്ച അരിയും തേങ്ങയും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനോടും ചോദിച്ച് യൂട്യൂബിലും കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ ഇനിയും കൂടുതൽ മാറ്റം വരുത്താനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. തുടക്കത്തിൽ നമ്മളിത് മിക്സാക്കുന്ന സമയത്ത് ഇത് നമ്മളിങ്ങനെ ഇളക്കും തോറും അതിങ്ങനെ കട്ടയായിട്ടുണ്ടാവും. അതെല്ലാം വിട്ട് നല്ല ഡ്രൈ ആയി ഇങ്ങനെ ഉതിർന്ന് നിൽക്കുന്ന പോലത്തെ അങ്ങനെ ആയിട്ട് വരും. അതുവരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണോളം ചുക്ക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ പൊടിയായിട്ടുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓരോന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മളങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നില്ല. ചെറുതായിട്ടൊന്ന് മിക്സാക്കുക, ഒന്ന് വെക്കുക. അപ്പോൾ ഈ ഒരു കളറാവുന്നത് വരെ ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടാറാൻ വെച്ചിട്ടുണ്ടതാണ്. ഇനിയും നമ്മളിതൊന്നും കൂടെ പൊടിച്ചെടുക്കണം. കറക്റ്റ് ആയിട്ടില്ല. ഇപ്പം നോക്കുമ്പോൾ വലിയ തരികളും ചെറിയ തരിയെല്ലാം ഉണ്ടാവും. നമ്മുടെ തേങ്ങ ഒന്നും പൊടിക്കാതെ അങ്ങനെ ഇട്ടത് കൊണ്ട് തന്നെ ആ തേങ്ങേൻ്റെ വലിയതും ചെറുതായിട്ടും എല്ലാം ഉണ്ടാവും.
അപ്പോൾ ഇനി നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് ഒന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കുറച്ച് വലിയ ഓട്ടയിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു അരിപ്പയിലാണ് ഇടുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചതിന് ശേഷം ഈ ഒരു വലിയ തരിയെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ പൊടിയാത്ത തരി ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോഴും നല്ല വലിയ വലിയ പീസെല്ലായിട്ടുണ്ടാവും. നമ്മൾ ഇതൊന്നും കൂടി പൊടിച്ച് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള റെസിപ്പീസ് ഒരുപാടുണ്ട് ചാനലിൽ, ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കുക്കിംഗ് ടിപ്സും സെയിൽ ചെയ്യാനുള്ള ടിപ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, രണ്ട് ടൈപ്പുള്ള പൊടികളാണ്. ഇതിൻ്റെ കളറിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു നല്ലോണം പൊടിഞ്ഞതിൽ ഒരു നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, മറ്റത് അത്ര പൊടിയായില്ല. അപ്പോൾ നമ്മൾ അത് ഒന്നും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ആ ഒരു ചെറിയ ജാറിലില്ലേ നമ്മൾ പൊടിച്ചെടുക്കുന്ന ആ ചെറിയ ജാറിലിട്ടിട്ട് തന്നെയാണ് ഞാൻ പൊടിക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ഇട്ട് പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇനി നമ്മളിതാ ഈ ഒരു സെയിം പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എള്ളാണ് എടുത്തിട്ടുള്ളത്, കറുത്ത എള്ള്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം നമ്മൾ ലാസ്റ്റ് പൊടിച്ച ആ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതെല്ലാം ഒന്ന് നമ്മൾക്ക് ഒന്നുകൂടെ വറുത്തെടുക്കണം. അപ്പം നമ്മൾ പൊടിച്ചെടുത്തതെല്ലാം വീണ്ടും ഒന്നും കൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി അതിൻ്റെ ചെറിയ കളറും ഒന്ന് മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെറിയ തരീൻ്റെതുണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുക്കാം. ഇത് ചെയ്യാൻ നല്ല പണികളുണ്ട്, പക്ഷേ അതിന് സാധനങ്ങളെല്ലാം കുറച്ച് സാധനം മതി. തേങ്ങയും അരിയും പിന്നെ കുറച്ച് മസാലക്കൂട്ടുകളും അല്ല. പക്ഷേ ഇതിന് നല്ല പണിയുള്ളതാണ് കേട്ടോ. കുറച്ച് സമയം മാറി നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് ഒക്കില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീരുവോളം നമ്മൾ അവിടെ തന്നെ നിൽക്കണം, ഇടയ്ക്കേ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിലൊന്നും ഈ ഒരു പൊടിയില്ല. അവലോസ് പൊടി, പൂരം പൊടി അങ്ങനെയെല്ലാം പറയലുണ്ട് ഈ ഒരു പൊടീനെ. അപ്പോൾ നമ്മുടെ നാട്ടിലതില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളത് അരി വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ഇതിലിപ്പോൾ ചേർക്കുന്ന എല്ലാ സാധനവും ഞങ്ങളുടെ നാട്ടിലൊന്നും ചേർക്കാറുമില്ല. അങ്ങനെ ഒരു നല്ല വ്യത്യാസത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം ഇതിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കാറുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എനിക്കിത് ഓർഡർ കിട്ടിയതാണല്ലോ, അപ്പോൾ അവർ പഞ്ചസാരയൊന്നും വേണ്ട ഈ ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ചൂടെല്ലാം പോയ സമയത്ത് ഇതുപോലെ പാക്കറ്റാക്കി നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന നല്ലൊരു ഫ്രൂട്ടാണെന്നുള്ളത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എവിടെ നിന്നെങ്കിലും കിട്ടുന്നെങ്കിൽ ഒന്ന് നോക്ക്. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയ ഒരു നഗറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, സാമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോയിലായിട്ട് ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള മെത്തേഡ് മാത്രമേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.